ഹായ് ഹലോ നമസ്കാരം. സബ്ജീന വ്ളോഗ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോയും ഈ ചാനലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതല്ല ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ആ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന റിയാക്ഷൻ വീഡിയോ ഏതാണെന്ന് വെച്ചാൽ, ഞാൻ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു വീഡിയോ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഞാനൊരു പോസ്റ്റ് ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് രേണു സുധിയുടെ ആ ഒരു വീഡിയോയ്ക്ക് കുറച്ച് ഓവറാണ് എന്നുള്ള രീതിയിൽ തന്നെ ആയിരുന്നു ഞാൻ കമൻറ്റ് ഇട്ടിരുന്നത്. അത് എനിക്കിപ്പോഴും അങ്ങനെ ചെയ്തതുകൊണ്ട് എനിക്ക് യാതൊരു കുറ്റബോധം തോന്നില്ല. ഇപ്പം രേണുവിനെ തുടക്കം മുതൽ ഒരു പക്ഷേ ഞാൻ അവളിൽ എത്ര സ്വാധീനം ചെലുത്തി എന്നുള്ളത് രേണുവിന് ചിലപ്പോൾ അറിയാൻ പറ്റില്ലായിരിക്കും. അത്രമാത്രം പടവെട്ടി എന്ന് തന്നെ പറയാം, പടവെട്ടി എന്ന് തന്നെ പറയാം. തുടക്കം മുതൽ ഇപ്പം ഈ നിമിഷം വരെ രേണുവിന് വേണ്ടിയിട്ട് പോസിറ്റീവായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത് ഈ പറഞ്ഞ കണക്ക് റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിൽ നെഗറ്റീവ് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് റീച്ച് കിട്ടും. പക്ഷേ രേണുവിന് എനിക്ക് അടുത്തറിയാവുന്നത് കൊണ്ടും എനിക്ക് അവളെ ക്യാരക്ടർ നല്ലതുപോലെ അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് രേണുവിന് വേണ്ടി ഞാൻ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഈ നിമിഷം വരെ അവളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അത് ഒന്നും മറ്റുള്ളൊരു വീഡിയോ ഇടുന്ന കണക്ക് അവർ ചിന്തിച്ച് ഇതിങ്ങനെ ആകാം അങ്ങനെ അല്ലേ എന്നുള്ള രീതിയിലല്ല ഞാൻ ഇതുവരെ വീഡിയോ ഇട്ടത്. അതിലെനിക്ക് പരിപൂർണ്ണ ബോധ്യവും ഉണ്ട്. പക്ഷേ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. ഇപ്പം ഈ രേണുവിനെ എന്ത് ബാധിച്ചാലും ഏറ്റവും കൂടുതൽ നെഗറ്റീവ് രേണുവിനെക്കാട്ടി കൂടുതൽ ബാധിക്കുന്നത് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങൾക്കാണ്. അതായത് ഇപ്പം എല്ലാവരും ഇങ്ങനെ ഇപ്പം 2 ദിവസം കൊണ്ട് ഒരുപാട് ഒരു ഷോർട്ട് ഫിലിമിൽ ഒരു ആൽബത്തിൻ്റെ ഒരു ഷൂട്ടിംഗ് സംബന്ധിച്ച് അവിടെ നടന്ന കുറേ വീഡിയോസ് ഈ സോഷ്യൽ മീഡിയയിൽ അതിഭയങ്കരമായ രീതിയിൽ വൾഗറായ രീതിയിൽ ഭയങ്കരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനെതിരെ പ്രതികരിക്കും. അത് കാണാൻ വേണ്ടിയിട്ട് രേണുവിൻ്റെ ഒരു വീഡിയോ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് വ്ളോഗർമാരുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവരതെല്ലാം എടുത്തിട്ട് ആദ്യം ചോദിക്കുന്നത് ഇതൊന്നും കണ്ടിട്ട് പ്രതികരിക്കാൻ രേണുവിൻ്റെ വാലെന്തിയെ, മൂട് താങ്ങി എന്തിയെ, ഗുണ്ടി എന്തിയെ എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെയാണ് വീഡിയോ ഇടുന്നത്. അപ്പം രേണുവിനെ കാളിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമുക്കാണ്. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല. കാരണം ഇത് അവരെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. രേണുവിൻ്റെ അടുത്ത് ചെന്ന് അവരെടുക്കുന്നില്ല, രേണു അവർക്ക് ഇട്ട് കൊടുക്കുന്നതാണ് അവരെടുത്ത് റിയാക്ട് ചെയ്യുന്നത്. അത് ചിലതൊക്കെ രേണു പറയുന്നിടത്ത് റിയാക്ട് ചെയ്യുന്ന അവരുടെ ഇമാജിനിങ് കൂടെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ തിരിച്ചൊരു റിയാക്ഷൻ വീഡിയോ കൊടുക്കുന്നത്. പക്ഷേ ഇത് നമുക്കൊന്നും റിയാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഞാൻ ഇട്ട ആ വീഡിയോ ഷൂട്ട് ടൈമോ ഷൂട്ടിംഗ് സീനോ അല്ലായിരുന്നു. അത് നോർമൽ അവർ നിൽക്കുന്ന ഒരു സീൻ തന്നെയായിരുന്നത്. അപ്പോൾ അത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ രേണുവിൻ്റെ കൂടെ നിന്ന ആ വ്യക്തി എന്ന് പറയുന്നത് അവനെ അറിയാമെന്ന് പറഞ്ഞാൽ ഈ രേണുസുതി പറഞ്ഞിട്ടുള്ള അറിവ് തന്നെയാണ്. അപ്പം അവർ തമ്മിൽ എത്ര മിങ്കിളായാലും എന്തായാലും അവിടെ ഒരു നെഗറ്റീവ് ഉണ്ടാവാൻ പോകുന്നില്ല. അതെനിക്ക് നല്ലോണം അതെന്താണ് കാരണം ഏതാണ് കാരണം എന്നൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് വേറൊരു കാര്യം. പക്ഷേ അത് ആർക്കറിയാം? രേണുവിന് അറിയാം, അദ്ദേഹത്തിനും അറിയാം. പിന്നെ അവരെ അറിയാവുന്ന കുറച്ച് പേർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ബാക്കിയുള്ളവർക്ക് അറിയാൻ പറ്റുമോ? ഇല്ല. നമ്മൾ നോക്കുമ്പോൾ കറക്റ്റ് ഒരാണും പെണ്ണും ചെയ്തുകൂടാത്ത മോശമായ പ്രവൃത്തികളാണ് അവിടെ കാണുന്നത്. എത്ര സോഷ്യൽ മെൻറ്റാലിറ്റി ഉള്ളവരാണെന്ന് പറഞ്ഞാലും എത്ര കൂളായിട്ട് സംസാരിക്കുന്നവർ ആണെന്ന് പറഞ്ഞാലും ഓവറായി കഴിഞ്ഞാൽ ഓവർ തന്നെയാണ്. അതിനാണ് ഞാൻ അന്ന് ആ പ്രതികരിച്ചൊരു വീഡിയോ ഇട്ടത്. എന്നും വെച്ച് രേണുവയ്ക്കെതിരെ വരുന്ന വീഡിയോസ് അവർ പറയുന്നത് അങ്ങനല്ല ഇങ്ങനെയാണ് സത്യം എനിക്കറിയുമ്പോൾ ഞാൻ അതിനെ ഇനിയും പ്രതികരിക്കും. ഓക്കെ, എനിക്കിപ്പോൾ ഇതൊന്നും അല്ല പറയാനുള്ളത്. ഇപ്പോൾ ഒരുപാട് ഷോർട്ട് ഫിലിമിൽ രേണുസുതി അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് അവൾ പോകുന്നിടത്ത റീൽസ് എല്ലാം നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഈ 3 നായകന്മാരെ വെച്ചുകൊണ്ട് സംവിധാനം ചെയ്തിട്ടുള്ള ആർ.ജെ. ലച്ചു എന്ന് പറയുന്നത് അവളുടെ തന്നെ ഇനി ഏത് കോപ്പിലെ ഡയറക്ടറാടി? എനിക്ക് അത് മാത്രമാണ് അവിടെ ചോദിക്കാനുള്ളത്. ഈ ഷോർട്ട് ഫിലിം എന്ന് പറയുമ്പോൾ ഇത്രയ്ക്ക് അപരാധനം പിടിച്ച ഒരു പണിയല്ല. അന്തസ്സായിട്ടും മാന്യമായിട്ടും ഷോർട്ട് ഫിലിം ഡയറക്റ്റും ചെയ്ത് പ്രൊഡ്യൂസും ചെയ്ത് നല്ല കാസ്റ്റിങ്ങും ചെയ്ത് നല്ല രീതിയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് കഥ ഉണ്ടാക്കി ഷോർട്ട് ഫിലിം ചെയ്യുന്ന ഒരു വ്യക്തിയിൽ പെട്ടവൾ തന്നെയാണ് ഞാൻ. അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റും കേട്ടാ. ആർ.ജെ. ലച്ചു, നീ സത്യം പറഞ്ഞാൽ നിനക്ക് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ നിനക്ക് നല്ല ഏപ്പടം പിടിക്കാൻ പറ്റും. അതിനുള്ള കാലിബർ നിനക്കുണ്ട്. ഒരു ഷോർട്ട് ഫിലിം, ഒരു വെബ് സീരീസ്, ഒരു ആൽബം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സാധാരണ ജനങ്ങളിലേക്കാണ് ഇത് എത്തേണ്ടത്. നമ്മുടെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ബിഗ് സ്ക്രീൻ അല്ല, യൂട്യൂബ് ചാനൽ തന്നെയാണ്. ആണോ? അപ്പോൾ ആ യൂട്യൂബ് ചാനലിൽ കാണാൻ വരുന്ന ആൾക്കാരും ഒരുപാട് വീട്ടമ്മമാരും കൊച്ചുങ്ങളും എല്ലാവരും ഉണ്ടാവും. പക്ഷേ അത് നമ്മുടെ സിറ്റുവേഷൻ, നമ്മുടെ ഒരു കഥ, നമ്മൾ ആദ്യം ഒരു സ്റ്റോറി നമ്മളെ കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ അതിനുള്ള സിറ്റുവേഷനാണ് ആദ്യം ഉണ്ടാക്കുന്നത്. മനസ്സിലായ? ഒരു പാട്ട് പാടി കിട്ടിക്കഴിയുമ്പോൾ അതിന് നമ്മളൊരു സ്റ്റോറിയാണ് ആദ്യം ഉണ്ടാക്കുന്നത്. ആ സ്റ്റോറി ഇന്നതായിരിക്കണം, കറക്റ്റ് ഒരു കണ്ടന്റ് നമ്മളതിൽ ക്രിയേറ്റ് ചെയ്യും. ഉറപ്പാണോ? അങ്ങനെ തന്നെയാണ് ഞങ്ങൾ ഇതൊരിക്കലും ചെയ്തുകൊണ്ടിരുന്നത്. ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഷൂട്ട് പോലും തുടങ്ങുന്നത്. ഇപ്പം നീ ഇപ്പം ആ ഒരു രംഗം കാണിച്ച് ഇതിപ്പം രേണു എന്ന് പറയുന്നത് നെഗറ്റീവായിട്ട് നിറഞ്ഞു നിൽക്കുന്നത്. രേണുവിൻ്റെ എന്തെങ്കിലും ഒരു ഇച്ചിരി കിട്ടിയാൽ മതി, അതിങ്ങനെ പറന്ന് റീച്ച് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും ഇല്ല. ഒരാളെ കൊണ്ട് ഇങ്ങനെ അങ്ങ് ബായി തോന്നുന്ന നാട്ടുകാരെ മൊത്തം കൊണ്ട് അവരാധിത്തരം കേൾപ്പിച്ചിട്ട് നീ റീച്ച് ഉണ്ടാക്കാൻ നിൽക്കുന്നതിനെക്കാട്ടി നല്ല നിനക്ക് ഞാൻ പറഞ്ഞില്ല. നിനക്ക് ഞാൻ കറക്റ്റായിട്ട് ആർ.ജെ. ലച്ചു നിന്റെ പേര് ഉൾപ്പെടെ പറഞ്ഞാണ് ഞാൻ പറയുന്നത്. നിനക്ക് നല്ല പടം പിടിക്കാനുള്ള എല്ലാവിധ കാലിബറും നിനക്കുണ്ട്.
എടേ ഞങ്ങളും ഇഷ്ടം 17 ഷോർട്ട് ഫിലിം, ആൽബം, വെബ് സീരീസ് ഇതെല്ലാം കൂടെ ചെയ്ത ആൾക്കാരാണ് ഞങ്ങൾക്കൊരു ടീം വർക്ക് ഉണ്ട്. ഈ ടീം വർക്കായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഈ വീഡിയോ കാണുന്ന നമ്മുടെ കൂടെ സഹകരിച്ചിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ, നമ്മുടെ ഷൂട്ടിംഗ് പിന്നെ സമയം ഷൂട്ടിംഗ് തീർന്നു കഴിഞ്ഞാലും അതിനു മുന്നും എങ്ങനെയായിരുന്നു എന്നുള്ളത് ഒന്ന് കമൻ്റായിട്ടൊന്ന് ഇട്ടാൽ വലിയ ഉപകാരമായിരിക്കും. സത്യം പറഞ്ഞാൽ ഇത് വെറും അപരാധിത്തരം തന്നെയായിരുന്നു കാണിച്ചത്. ഒരിക്കലും ഇതിനെ അംഗീകരിക്കാൻ പറ്റില്ല. ഞങ്ങളെപ്പോലുള്ളവരും ഒരുപാട് നല്ല ആൾക്കാരും ഷോർട്ട് ഫിലിം, ആൽബം എന്ന് പറഞ്ഞ് ഇതിൻ്റെ പിന്നാലെ നടക്കുന്നുണ്ട്. ഇപ്പം നാളെ നമ്മളൊരു കാസ്റ്റിംഗ് കോൾ ഇട്ട് ഇന്ന ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ ഇത്ര ഏജുള്ള ഒരു കുഞ്ഞിനെ വേണം, 22 വയസ്സ് അല്ലെങ്കിൽ 18 വയസ്സുള്ള ഒരു പെൺകൊച്ചിനെ വേണം, അതല്ലെങ്കിൽ ഇത്ര പ്രായമുള്ള ഒരു ആൺകൊച്ചിനെ വേണമെന്ന് പറഞ്ഞിട്ട് ഇടുമ്പം ഇങ്ങനെയൊക്കെയുള്ള അപരാധങ്ങൾ കണ്ടുപിടിക്കും. തന്തേം തള്ളി ഒന്ന് അറയ്ക്കും. ഇതായിരിക്കും അവിടെ നടക്കുന്നത് എന്ന് ചിന്തിക്കും. കാരണം ഇയാൾ സ്വയം ഒന്ന് നോക്കണോടോ. നമ്മൾ ചെയ്യുന്നത് റീച്ചിന് വേണ്ടിയിട്ടാണ്. പക്ഷേ നെഗറ്റീവ് മാത്രം റീച്ച് അല്ല, പോസിറ്റീവ് റീച്ചിനാണ് വാല്യൂ കൂടുതൽ. നെഗറ്റീവ് 1 ലക്ഷം ആൾക്കാർ കണ്ടാലും പോസിറ്റീവായിട്ട് ഒരു 10 പേര് കണ്ടാലും അത് രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. രേണുസുതി വെച്ച് ഞങ്ങൾ 3 ഒരു ആൽബം 2 ഷോർട്ട് ഫിലിമും ചെയ്തിട്ടുണ്ട്. ആ 2 റിലീസായി, ഇനി 1 റിലീസാവാനുണ്ട്. ഈ ഞങ്ങൾ ചെയ്ത ആ ആൽബത്തിൻ്റെ താഴെയുള്ള കമൻ്റ് ആയാലും ഈ ഷോർട്ട് ഫിലിമിൻ്റെ താഴെയുള്ള കമൻ്റ് ആയാലും താനൊന്ന് കാണിച്ചു തരുമോ? ഒരു നെഗറ്റീവ് കമൻറ്റ് ഉണ്ടെങ്കിൽ താൻ പറയുന്ന പണി ഞങ്ങൾ ചെയ്തു തരാം. അതും രേണുസുതിയെ കൊണ്ട് ഞങ്ങൾ ചെയ്തതാണ്. ഈ രേണുസുതി എന്ന് പറയുന്ന വ്യക്തിയെ കൊണ്ടാണ് ഞങ്ങൾ ചെയ്യിച്ചിട്ടുള്ളത്. ഒരു പെണ്ണിനെ ഒരു സോഷ്യൽ മീഡിയ ഫുള്ളും എടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അത് അവരെ അറിഞ്ഞുകൊണ്ട് വലിയൊരു പടുകുടിയിലോട്ട് തള്ളിവിടുന്നതും ശരിയുള്ള കാര്യമല്ല. ഞാൻ ഇത്രയും പറഞ്ഞെന്താന്ന് വെച്ചാൽ ഇപ്പം ഈ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ആരെങ്കിൽ ഓക്കെ, നമ്മൾ പറയുന്ന ക്യാരക്ടർ അനുസരിച്ച് അവർ അഭിനയിക്കുന്നു, അത് വേറെ. അതിന് എന്ത് തന്നെ ആയാലും ഒരു ആക്ട്രസ് എന്നുള്ള നിലയിൽ നമുക്ക് കംഫർട്ട് ആണെങ്കിൽ നമ്മൾ ആ വേഷം നമ്മൾ ചെയ്തിരിക്കും. അപ്പം എന്നെ ഒരു ക്യാരക്ടറിന് ഒരാൾ വിളിക്കുന്നു, സജിനെ ഇന്നതാണ് ക്യാരക്ടർ വേഷം, കുറച്ച് പിന്നെ എക്സ്പോസ് ഉണ്ട്, ചെറിയ ഇൻറ്റിമേറ്റ് സീനൊക്കെ ഉണ്ട് എന്ന് ആദ്യം പറയുമ്പോൾ ഞാനത് കേട്ടുമ്പോൾ എനിക്ക് താല്പര്യമില്ല. അവിടെ കഴിഞ്ഞത് അതല്ലെങ്കിൽ ഓക്കെ എനിക്ക് വിഷയമില്ല, ഞാൻ ചെയ്യാം. ആ 2 കാര്യങ്ങൾ നമ്മളടുത്ത് കഥ പറയുമ്പോൾ ആദ്യം നമ്മൾ കഥ കേൾക്കും. അതിനകത്തുള്ള സീൻസ് ഞാൻ എൻ്റെ കാര്യം ഇതുവരെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എക്സ്പോസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അപ്പോഴേ അവിടെ വേണ്ടെന്ന് നിൽക്കും. ഇൻറ്റിമേറ്റ് സീൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യത്തില്ല. വേണ്ടെന്നേ, നമുക്ക് നെഗറ്റീവ് പബ്ലിസിറ്റി വേണ്ടെന്നേ. അപ്പം അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ട് എന്ന് താൻ മനസ്സിലാക്കണം. ഇപ്പം ആ ഒരു ഷോർട്ട് ഫിലിമിൽ ഒരു ഷൂട്ട് രംഗത്ത് ഒരു ചെറിയൊരു പാർട്ട് ഞാനോട് ഇട്ടുതരാം. അത് കണ്ടുകൊണ്ട് തന്നെയാണ് തനിക്കെതിരെ ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇടണമെന്ന് വിചാരിച്ചത്. ഈ രേണു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ആവശ്യത്തിലധികം ഉപയോഗിക്കുകയാണ് താൻ ഇപ്പം ഈ ഒരു ഇതിൽ ചെയ്തത്. ഇതിന് മുമ്പ് മന്ദാരശേരം എന്ന് പറഞ്ഞ ഒരെണ്ണം ചെയ്തല്ലോ, അതിന് അത്ര വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇതിനകത്ത് ആ ഒരു രീതിയിൽ വെറും നെഗറ്റീവ്സ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവിൻ്റെ അങ്ങേ അറ്റമാണ് ഈ ഒരു വർക്ക് നടന്നപ്പോൾ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഓരോ വീഡിയോസ് ആയാലും. ഇപ്പം അത് താൻ പറയാം, അത് രേണുവിൻ്റെ ഇഷ്ടമല്ലേ, രേണു ചെയ്യുന്നതല്ലേ, ഞങ്ങളൊന്നും അല്ലല്ലോ എന്ന്. രേണു ചെയ്തതാണെങ്കിലും നമ്മുടെ ഒരു ലൊക്കേഷനിൽ നമുക്കൊരു ഡിസിപ്ലിൻ ഉണ്ട്. ആ ഒരു ഡിസിപ്ലിനകത്ത് നിന്ന് കഴിഞ്ഞാൽ വരുന്ന ആക്ട്രസിന് ഏത് കൊലക്കൊമ്പത്തുള്ളവരായാലും ആണായാലും പെണ്ണായാലും നമ്മൾ പറയുന്നത് അനുസരിക്കും. അറിയാം, ഞങ്ങളിവിടെ വർക്ക് ചെയ്യുമ്പോഴൊക്കെ സ്റ്റേ വരെ ചെയ്തിട്ടുണ്ട്. ലേഡീസ് ആയാലും ജെൻസ് ആയാലും സ്റ്റേ വരെ ചെയ്തിട്ട് പിറ്റേന്ന് വെളുപ്പിനത്തെ ഷൂട്ടിന് രേണുസുതി ഇവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ടല്ലോ. അന്തസ്സും അഭിമാനമായ രീതിയിലാണ് ഓരോന്ന് ചെയ്യുന്നത്. ഇപ്പോൾ വിശ്രമവേളകൾ ആനന്ദകരമൊക്കെ ആക്കാം, പക്ഷേ ഇത് ഒരുമാതിരി അർവാണിത്തരമായിപ്പോയി. എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ താനൊരു സീൻ, ഒരു ദാസേട്ടനും രേണുവിട്ടുള്ള ഒരു സീൻ താനത് പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ, അത് ഞാൻ ഇവിടെ നിന്ന് കാണിച്ചു തരാം. അത് കണ്ടിട്ട് എനിക്ക് അത് ദഹിക്കാതെ പോയത്. ഇനി ഇതിൽ കൂടുതൽ എങ്ങനെ ചേർക്കാനാ? ഇടുത്തി ചേർത്ത് പിടിക്ക്. നെറ്റിക്ക് രൂപ കൊടുത്തേ, നെറ്റിലും കൂടെ കൊടുക്കുക. അങ്ങനെ കൊടുത്തു പോട്ടെ, ചേർത്ത് പിടിക്കുന്ന കുറച്ചുകൂടെ റൊമാൻസത്തെ, കുറച്ചുകൂടെ. ഇത് കണ്ട ഇനി ശ്വാസം വിടാനുള്ള സ്പേസ് ഇല്ല അവർ തമ്മിൽ നിൽക്കുന്ന രീതിയിൽ. ഇനിയും കുറച്ചുകൂടെ എന്ന് അവൾ ഉദ്ദേശിച്ച് കുറച്ചുകൂടെ ആണെങ്കിൽ ദാസന്റെ ഇവിടെ ഇത്രയും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് രേണുവിന് അതിനകത്തോട്ട് കയറ്റി വെക്കണം. ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മളും ഒക്കെ മാന്യമായ രീതിയിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഇപ്പം ഒരു പിന്നെ ശിശിര എന്ന് പറഞ്ഞൊരു ആൽബം നമ്മൾ ചെയ്തല്ലോ, അതിനകത്തും ചെറിയ സീനുണ്ട്. ആ സീനിൽ പോലും ഞങ്ങൾക്ക് വേണമെങ്കിൽ എന്താ ഫേമസ് ആയി നിങ്ങൾ ഈ ചെയ്ത കണക്ക് രേണുവിൻ്റെ കൂടെ വന്ന എല്ലാ ക്യാമറമാൻമാരെയും മീഡിയക്കാരെയും നമുക്ക് വിളിച്ചുകൊണ്ട് വന്നിട്ട് ആ ഷോട്ട് എടുത്തങ്ങ് പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം 700 അങ്ങോട്ട് കെ ആയി. അതിനെക്കാട്ടി കൂടുതൽ റീച്ച് ഞങ്ങൾക്ക് തുടക്കം മുതലേ കിട്ടിയേനെ. ആ ഒരു സീനിൽ ഞങ്ങൾ ക്യാമറമാനും അസിസ്റ്റന്റ് ഡയറക്ടറായ ഞാനും ഡയറക്ടറായ ശ്രീകുമാറും പിന്നെ അഭിനയിക്കുന്ന 2 ആർട്ടിസ്റ്റുകളും മാത്രമേ ഉള്ളായിരുന്നു. അതാണ് അന്തസ് എന്ന് പറയുന്നത്. മനസ്സിലായ? ആ സീൻ ഞാനിവിടെ കാണിക്കാം. ശിശിരമലകൾ വീണ്ടും പൂക്കും.
സീൻ എന്ന് പറയുന്നത് ഒരു കല്യാണം കഴിഞ്ഞിട്ട് വന്നതിന് ശേഷമുള്ള ഒരു ഡേ ആണ് കാണിക്കുന്നത്. അതിന് ആപ്റ്റായിരുന്നു. മാത്രമല്ല ആ ഒരു സീൻ അതിനകത്ത് മസ്റ്റായിരുന്നു. നമ്മളത് സ്ക്രിപ്റ്റ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ പോർഷൻസ് പിന്നെ സീൻസ് ബൈ സീൻസ് ആയിട്ട് എഴുതി അന്നേരം ക്രിയേറ്റ് ചെയ്യുന്നില്ല. പിന്നെ ഇയാളുടെ ഈ ഡയറക്ഷനകത്ത് എനിക്കൊരു സംശയം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സീൻ പറഞ്ഞു കൊടുക്കുന്നു, നിങ്ങൾ ആ ഇന്ന ആൾ കള്ളി എത്തിയിട്ട് താഴോട്ട് വരുമ്പോൾ നീ ഇങ്ങോട്ട് വരുന്നു, വന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്ക് റൊമാൻസോട് കൂടി അടുത്ത് പോകണം, അടുത്ത് ചേർന്ന് നിൽക്കണം, നെറ്റിയിൽ കിസ് കൊടുക്കണം, നല്ല റൊമാൻസോട് കൂടി. അതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ഈ 2 സിനിമ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. 2 സിനിമ ചെയ്തിട്ടുണ്ട്. എത്രയോ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്ടർമാരും അവരുടെ മൈൻഡ് അനുസരിച്ച് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല രീതിക്ക് പറഞ്ഞു കൊടുക്കും. നമ്മളൊരു ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വോയിസ് അവിടെ ഇല്ല. ആ ആക്ഷന് തൊട്ട് മുന്നെയാണ് അവർ ചെയ്യേണ്ടുന്ന സീൻ എന്താണ്, സീക്വൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ഇത് ആക്ഷൻ പറയുന്നതിന് മുമ്പേ ഇന്ന സീനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സീൻ അവിടെ കഴിഞ്ഞു. ഈ ഡയറക്ഷനൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. പക്ഷെ ഞാൻ ഈ പറഞ്ഞു വരുന്നത് എല്ലാ ഷോർട്ട് ഫിലിമിൻ്റെ പിന്നെ ഷൂട്ടിങ്ങും എല്ലാത്തിൻ്റെ പിന്നെ ആൽബത്തിൻ്റെ ഷൂട്ടിങ്ങൊക്കെ ഇങ്ങനെയാണെന്ന് ജനങ്ങളെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അന്തസ്സായ രീതിയിൽ കാര്യങ്ങൾ നടത്തി നല്ല രീതിയിൽ ഷോർട്ട് ഫിലിം എടുക്കുന്ന ഒരുപാട് ആൾക്കാർ വേറെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അഭിനയിക്കാൻ താല്പര്യമുള്ള കുഞ്ഞുങ്ങളെ നിങ്ങൾ ആരും വിലക്കരുത്. അവരുടെ ആഗ്രഹങ്ങൾ പിന്നെ സഫലീകരിക്കണമെങ്കിൽ അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഒറ്റയടിക്കുമ്പോൾ സിനിമയിലൊന്നും കയറാൻ പറ്റത്തില്ല. അവിടെ കാലിബർ തെളിയിക്കാൻ നമുക്ക് കിട്ടുന്ന ചെറിയ പ്ലാറ്റ്ഫോമാണ് ഈ യൂട്യൂബ് എന്ന് പറയുന്നത്. ആ യൂട്യൂബിൽ ആദ്യം ഷോർട്ട് ഫിലിം അങ്ങനെ ചെയ്ത് നമ്മുടെ കാലിബർ ഇപ്പം നമ്മൾ നല്ലൊരു ശ്രീതു നമ്മളിപ്പോൾ ചെയ്ത വൈറൽ സ്റ്റാർ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിൽ ഇതുവരെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ശ്രീതു എന്ന് പറയുന്ന ആ കുട്ടി ആദ്യയുടെ കഥാപാത്രം ചെയ്തത്. അതും ഞങ്ങൾ നായികയായിട്ട് തന്നെ അവൾ അഭിനയിപ്പിച്ചത്. അത് ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അത് പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ഞങ്ങൾക്ക് ഉണ്ടായതുകൊണ്ട് തന്നെയാണ് അവളെ കൊണ്ട് ആ വേഷം ചെയ്യിച്ചത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പിന്നെ ശ്രീതു അതിനകത്ത് ആ നായികയായിട്ട് അവൾ അഭിനയിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്തത് പോലെ അവൾ അഭിനയിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് വിശ്വാസം. ഒരു നെഗറ്റീവ് കമൻസും വന്നിട്ടില്ല. നല്ല അഭിപ്രായത്തോടു കൂടി തന്നെ അത് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ എന്ന് പറഞ്ഞാൽ നമുക്ക് കൂട്ടായ്മയാണ്. അത് വേറൊരു കാര്യം. അതിനകത്ത് അഭിനയിക്കുന്ന എല്ലാവരും കൂടെ കൂട്ടായ്മയായിട്ടാണ് നമ്മൾ ഈ ഷോർട്ട് ഫിലിം ആയാലും ആൽബം ഒക്കെ ചെയ്യുന്നത്. അത് നല്ല രീതിയിൽ വിജയിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പം ഈ ഷോർട്ട് ഫിലിം എന്ന് പറയുമ്പോൾ ഇത്രമാത്രം അപരാധത്തിലും ഒന്നും ഇല്ല കേട്ടോ. അത് ജനങ്ങളടുത്തായിട്ടുള്ള പറച്ചിലാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ രേണു എന്ന് പറയുന്നത് നിങ്ങൾക്ക് രേണുവിൻ്റെ സ്വഭാവം ഈ മീഡിയയിലൂടെ ഓരോന്ന് പറയാൻ കേൾക്കുകയും ചെയ്ത് നിങ്ങൾക്ക് എനിക്ക് നേരിട്ട് അവളുടെ സ്വഭാവം എനിക്കറിയാം. അപ്പം ഞാൻ പിടിച്ചിരുത്തില്ല, അവരങ്ങനെ പറഞ്ഞില്ലേ, എന്ത് പാടി ഇങ്ങനെ പറയുമ്പോൾ അവർക്ക് തക്കതായ തിരിച്ച് മറുപടി കൊടുക്കും. അവരുടെ ഈ കഷ്ടോടെ അവർ നല്ല രസമുണ്ടില്ലേ, നിൻ്റെ അടുത്ത് അവൾ ഭയങ്കര സ്നേഹമാണ്, നമ്മൾ ഇങ്ങനെ ഒന്ന് പറഞ്ഞൊക്കെ അവരെ സപ്പോർട്ട് ചെയ്ത് രേണു സംസാരിക്കും. അവൾക്കൊന്നും അറിയണ്ട നമ്മൾ എന്താണ് പറഞ്ഞു കൊടുക്കുന്നത്. അവൾ അറിയും. ഇപ്പം ഒരു വീഡിയോ ആയാലും എന്തായാലും അവൾ കാണണ്ട, രേണു ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴവളെ പ്രതികരിച്ച് കഴിഞ്ഞു. അത് പോസിറ്റീവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുടനെ ഒരു പ്രതികരണം അവിടെ കിട്ടിക്കഴിഞ്ഞു. രേണു എന്ന് പറയുന്ന ഒരു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാലം ആരെങ്കിലും പറയുമ്പോൾ അങ്ങ് പൊങ്ങും. അവരിങ്ങനെ പറഞ്ഞു അങ്ങനെ എന്നുള്ള ആ ഒരു പോയ കോടാലിയാണ് രേണുസുതി. അതെനിക്ക് പൂർണ്ണമായിട്ട് അറിയാം. ഇവളെ ശരിക്കും ഉപയോഗപ്പെടുത്തുകയാണ്. രേണുവിന് നെഗറ്റീവ് റീച്ച് ഉണ്ട്, റീച്ച് നിരന്ന് നിന്നോട്ടെ. പക്ഷേ നെഗറ്റീവിനെക്കാട്ടിൽ നല്ലത് പോസിറ്റീവായിട്ട് 10 പേര് കൊള്ളാം, നല്ല കുട്ടിയാണ്, അവൾ നല്ല കുഴപ്പമില്ല എന്ന് പറയുന്നതിൻ്റെ അന്തസ്സും അഭിമാനവും അതൊന്നും വേറെ തന്നെയാണ്. നെഗറ്റീവ് പബ്ലിസിറ്റി എന്ന് പറയുന്നത് അത് വേറെ ലെവലിൽ പോകും. ആൾക്കാർക്ക് ഇഷ്ടമില്ലാതെ നമ്മളെ കാണുകയാണ് നെഗറ്റീവ് പബ്ലിസിറ്റി എന്ന് പറയുന്നത്. അത് അങ്ങനെ കണ്ടിട്ട് എന്താ കാര്യം? ആര് കണ്ടാലും നമുക്ക് റീച്ച് മതിയല്ല, അങ്ങനെ വിചാരിക്കരുത്. ഇപ്പം അത് ആ സജീനയുടെ അല്ലെങ്കിൽ സജീനയുടെ ഷോർട്ട് ഫിലിം അല്ലേ, നല്ലൊരു വെച്ചാൽ എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടം. 10 പേര് കണ്ടാൽ മതി. അതിലുള്ള സാറ്റിസ്ഫാക്ഷൻ എന്താണെന്ന് അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ രേണു എന്ന് പറയുന്ന ഈ പെണ്ണിനെ മാക്സിമം യൂസ് ചെയ്യുകയാണ്. പിന്നെ നിങ്ങൾ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയുന്നില്ല. ഇപ്പോൾ കുറച്ച് ഇടമുണ്ട്. രേണുവിൻ്റെ അടുത്ത് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അവൾ അനുസരിക്കും കേട്ടോ. പക്ഷേ പേഴ്സണൽ കാര്യങ്ങളൊന്നും ഞാൻ ഇന്നുവരെ രേണുവിനോട് പറഞ്ഞിട്ടില്ല. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടല്ലോ, നേരത്തെ ഒരു പോസ്റ്റ് ഇട്ടല്ലോ, അതിനെക്കുറിച്ച് കുറച്ച് ഓവറാണെന്ന് പറഞ്ഞു. എനിക്കത് പോസ്റ്റ് ഇടാതെ രേണുവിനെ നേരിട്ട് വിളിച്ച് പറയാം. പക്ഷേ അവളത് അക്സെപ്റ്റ് ചെയ്യില്ല. അത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് പാടാണ്. അപ്പോൾ അവളത് എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാനൊരു പോസ്റ്റ് വഴി അത് ഇട്ട് കഴിഞ്ഞ് അതിൻ്റെ താഴെ വന്ന കമൻറ്റും കൂടി ചേർത്ത് അവളെ ഞാൻ ഇന്ന് വിളിച്ച് സംസാരിച്ചപ്പോൾ വളരെ മിണ്ടാതെ സൈലൻ്റ് ആയിട്ടിരുന്ന് കേട്ടിട്ട് പറഞ്ഞു, സോറി ചേച്ചി, ഞാൻ അങ്ങനെ ചിന്തിച്ചില്ല ചേച്ചി, നിങ്ങൾക്കും കൂടെ അത് ബാധകമാവില്ലേ, സോറി ചേച്ചി, ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം ചേച്ചി എന്നൊരു വാക്ക് രേണുസുതി പറഞ്ഞു. അതുപോലെ തന്നെ വളരെ നാളുകൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞു ബിഷപ്പിൻ്റെ കാര്യം, ഇനി മേലിൽ ആരെന്ത് ചോദിച്ചാലും നോ കമൻസ് എന്ന് പറഞ്ഞ് ഒഴിയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടും അതിനിടയ്ക്കും വേറെ ആരണ്ടൊക്കെ വന്ന് ഏതാണ്ട് ചോദിച്ചപ്പോൾ ഇടയ്ക്ക് വെച്ച് ഏതാണ്ട് വേറെ എന്താണ്ടും കൂടെ ഒന്ന് പറഞ്ഞ് അതൊരു ഇതായി. അതിനുശേഷം ഞാൻ പറഞ്ഞു രേണു ഇങ്ങനെയാണെങ്കിൽ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇനി പിന്നെ ഞങ്ങൾ ചെയ്തത്, പിന്നെ ബുദ്ധിപൂർവ്വം ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അവളെ പിന്നാലെ നടക്കുന്ന മീഡിയക്കാരെ വിളിച്ചിട്ട് അവരച്ഛനെ കൊണ്ട് പറഞ്ഞു വിലക്കിപ്പിച്ച് ബിഷപ്പിനെ കുറിച്ചോ വീടിനെ കുറിച്ചോ വേറെ പേഴ്സണലായിട്ടോ യാതൊരുവിധ കാര്യങ്ങളും ചോദിക്കാൻ പാടില്ല എന്ന് കർശനമായിട്ട് നിരോധിച്ച്. നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ച് നോക്കി, ഇനി ഇപ്പോൾ വരുന്ന എത്രയോ വീഡിയോസ് അതിനുശേഷം വന്നു ആരെങ്കിലും ആ ഒരു വിഷയം എടുത്തിരുന്നുണ്ടോ? ഇല്ല. അപ്പം അതുപോലെ തന്നെ രേണുവിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും, പറഞ്ഞാൽ അവളത് അനുസരിക്കുകയും ചെയ്യും. ഈ പറഞ്ഞ കണക്ക് ഒരാളുടെ മൂഡ് അവരെന്താണ് അവളുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫ്രസ്ട്രേഷൻ ആയി ഇതായി. ഇപ്പം എന്താ പറഞ്ഞാൽ ഈ ആകാശത്ത് പറന്ന് നടക്കുന്ന പോലെ നടക്കുവാണ് രേണുസുതി.
അതല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അവൾ ഒഴുക്കിനെതിരെ വന്നതാണ്. അവൾ ആഗ്രഹിച്ച് വന്ന് കയറിയതും അല്ലാത്തത് കൊണ്ട് നെവർ മൈൻഡ് എനിക്കിത് നിലനിർത്തിക്കൊണ്ട് പോകണം, അല്ലെങ്കിൽ ഇന്ന അവസാനം വരെ പോകണം എന്നൊരു ചിന്ത രേണുവിനില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. എവിടെ ചെന്ന് നിൽക്കുന്നു അവിടെ നിന്ന് നിൽക്കട്ടെ, അത്രേ ഉള്ളൂ. അല്ലാതെ ജീവിത അവസാനം വരെ ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്നൊന്നും രേണുസുതി കരുതുന്നില്ല. പക്ഷേ അത് ഓക്കെ, ഷൂട്ട് ചെയ്യുന്നത് അതൊക്കെ നമ്മുടെ പേഴ്സണൽ, നമുക്ക് സ്വന്തമായിട്ടൊരു പേഴ്സണാലിറ്റി ഉണ്ട്. അത് ഒരാളെ മോശം പറയുന്നത് എന്നെ ഒരാൾ മോശം പറഞ്ഞിട്ട് എൻ്റെ പ്രവൃത്തി നല്ലതാണെന്ന് പറഞ്ഞോട്ട് അതിനകത്ത് എന്തുണ്ട് കാര്യം? ഒരു കാര്യമില്ല. നമ്മുടെ പ്രവൃത്തികളായാലും വാക്കുകളായാലും ഒരാൾ നമ്മുടെ മറ്റേ മോളെ എന്ന് വിളിക്കാൻ നമ്മളൊരു ഇട കൊടുത്തിട്ട് നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ വലുതായിട്ട് ഒരു കാര്യമില്ല. 10 പേര് നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മളെ കാണുമ്പോൾ സന്തോഷത്തോടെ ചിരിച്ച് ഓടി അടുത്ത് വരാനുണ്ടെങ്കിൽ അവിടെ തന്നെയാണ് വിജയം. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട രീതി പറഞ്ഞു കൊടുത്താൽ മനസ്സിലാക്കും. പിന്നെ ഈ ചുമ്മാ മീഡിയക്കാർക്ക് ഇട്ട് കൊടുക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അതില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതുകൊണ്ടാണല്ലോ ഞാനിപ്പോൾ അധികം പ്രതികരിക്കാത്തത്. കാരണം നിങ്ങൾ ഇമാജിൻ ചെയ്തല്ല എടുക്കുന്നത്, പക്ഷേ നിങ്ങളുടെ റിയാക്ഷൻ ഇമാജിനേഷനാണ്. അവളൊരു കാര്യം പറയുമ്പോൾ അത് ഏത് രീതിയിൽ എടുക്കണം, ഏത് രീതിയിൽ പറയണം എന്നുള്ളത് നിങ്ങളുടെ ഇമാജിനാണ്. അപ്പം ആ ഒരു ഇമാജിൻ നിങ്ങൾ പറയുന്നത് തെറ്റാണ് എന്ന് വരുമ്പോഴാണ് ഞാൻ അവിടെ റിയാക്ഷൻ വീഡിയോ ആയിട്ട് വരുന്നത്. പിന്നെ ഞാനിപ്പോൾ കുറേ അതായത് രേണു ഓരോന്ന് എടുത്തിടുന്നു, അവരെടുത്ത് കാണിക്കുന്നു. അപ്പോൾ അവർക്കറിയാം അവളിടുന്നത് ഇവരെടുത്ത് ചെയ്യും, ആ റീച്ച് ആവും. ഇന്ന് നമ്മളതിന് വെളുപ്പിക്കാൻ പോകണം, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഫോണെടുത്തോളം അങ്ങ് പോട്ട് എന്ന് കരുതിയിട്ട് തന്നെയാണ് ഞാനിപ്പോൾ ഒരു വീഡിയോകളൊന്നും ഇടാത്തത്. പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് ഇതിന് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ പറയും ഇനി അവൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് തന്നെ വെളുപ്പിക്കാൻ ഒരിക്കലുമല്ല. ഇഷ്ടമില്ലാത്തത് ഇഷ്ടമില്ല തന്നെ. അത് രേണുസുതി എന്നെ കണ്ടാലും ശരി, കണ്ടില്ലെങ്കിലും ശരി, നമ്മൾ പറയാനുള്ളത് പറഞ്ഞിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ഞാൻ വിളിച്ച് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. ഇനി ചേച്ചി ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം എന്നൊരു വാക്കും എനിക്ക് തന്നിട്ടുണ്ട്. അവളെ ഉപയോഗിക്കുകയാണ്, അവളെ മാക്സിമം എല്ലാം യൂസ് ചെയ്യുകയാണ്. ഈ ചാനലുകാർ പോലും ഓരോന്നിട്ട് ഉണ്ടാക്കി അവളെ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ അങ്ങോട്ട് എടുത്ത് ഇട്ടിട്ട് അങ്ങോട്ട് കൊടുത്ത് ഓരോന്ന് ചോദിപ്പിച്ച് അവന്മാരുടെ ചാനലിൽ ഹൈ റീച്ച്. അപ്പോൾ ഇവർ പറയുന്നത് എന്തോ രേണുവിൻ്റെ കൂടെ ഞങ്ങളിങ്ങനെ ഒന്ന് ചെയ്യുന്നതുകൊണ്ട് രേണു റീച്ച് നിൽക്കുന്നത്. ഇവന്മാരുടെ ചാനലിലെ റീച്ചിന് വേണ്ടിയിട്ടാണ് രേണുശ്രീ ഇത്ര നെഗറ്റീവ് ആക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം അവൾ എപ്പോഴെങ്കിലും മനസ്സിലാക്കട്ടെ. പിന്നെ പറഞ്ഞു കൊടുക്കാനേ പറ്റൂ. നമ്മൾ കൂടെ നടന്ന് ഇടിയിലെടുത്ത് വെച്ചുകൊണ്ട് അയാൾ അങ്ങനെ പറഞ്ഞു, ഇയാളെന്ന് വെളുപ്പിക്കാൻ ഇപ്പോൾ ആരും ഇല്ല എന്നൊന്നും ആ ഒരു ചോദ്യത്തിന് യാതൊരുവിധ പ്രസക്തിയും ഇല്ല. പൊടി കുഞ്ഞൊന്നും അല്ല, എന്തും ചെയ്യാനാരും പ്രവർത്തിക്കാനും എല്ലാം അറിയാവുന്നതാണ്. പക്ഷെ അത് പറയേണ്ട രീതി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മനസ്സിലാക്കാൻ കഴിവും ഉള്ളവളാണ്. അതെനിക്ക് നല്ല പൂർണ്ണ ബോധ്യമുണ്ട്. അപ്പോൾ ഈ ഷോർട്ട് ഫിലിമിൻ്റെ മറവിൽ ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് ഇത് വേറെ അത് നമുക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതുമല്ല, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ഇപ്പം നന്തരച്ചപ്പോൾ വന്നിട്ട് ഞങ്ങൾ ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. പക്ഷേ അത് നിങ്ങളുടെ ഈ ക്യാമറയ്ക്ക് മുന്നിലുള്ള ആൾക്കാരെ കാണിച്ചാൽ പോലെ, ക്യാമറയ്ക്ക് ഔട്ടിൽ കാണിക്കുന്നതൊക്കെ നിങ്ങൾ എന്തിന് എടുത്ത് പബ്ലിഷ് ചെയ്യുന്നത്? അല്ല, അറിയാൻ വയ്യതുകൊണ്ട് ചോദിക്കുക. പിന്നെ ഇപ്പം ഈ കാണിച്ച ഒരു സീൻ ഉണ്ടല്ലോ, കുറച്ചുകൂടി ചേരുന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ചേർപ്പിച്ച് വെച്ചങ്ങ് ചെയ്യുന്ന സീൻ. ഈ സീൻ ഈ വരുന്ന ആൽബത്തിനകത്തില്ലെങ്കിൽ ഇതിൻ്റെ റിയാക്ഷൻ വേറൊരെണ്ണം ഞാൻ കൂടെ തരുന്നതായിരിക്കും ഉറപ്പായിട്ടും. അതേ കണക്കിന് ഒരു ബെഡ്റൂം സീൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് അത് ആ ഷോർട്ട് ഫിലിമിൽ വരില്ല എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞു അത് പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്തതാണെന്ന്. കാരണം ഞങ്ങളും ഈ ശിശിരത്തിനകത്ത് അങ്ങനെ ഒരു ചെറിയൊരു ബെഡ്റൂം സീൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സീൻ ഷോർട്ട് ഫിലിം കണ്ടവർക്ക് മാത്രമേ അറിയാവുള്ളൂ. ഞങ്ങളത് റീൽസായിട്ട് നേരത്തെ തന്നെ മീഡിയക്കാരെ കൊണ്ട് ഞങ്ങൾ പബ്ലിഷ് ചെയ്യിപ്പിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ വേണമെങ്കിൽ ഞങ്ങൾക്ക് ഇതിനെക്കാട്ടി റീച്ച് കിട്ടിയേനെ. അതും ഇതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. മനസ്സിലായ? എന്തായാലും ഈ ശിശിര ആൽബം കാണാത്തവരുണ്ടെങ്കിൽ കമോൺ മീഡിയ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്, ആ ചാനലിലേക്ക് കയറി ഒന്ന് കണ്ടു നോക്ക്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അത് മാത്രം കാണുകയല്ല ചെയ്യേണ്ടത്, അതിൻ്റെ താഴെയുള്ള കമൻറ്റും കൂടി നോക്കണം. പിന്നെ വൈറൽ സ്റ്റാർ എന്ന് പറഞ്ഞ് ഒരു ഷോർട്ട് ഫിലിമും ഉണ്ട്, അതിപ്പോൾ റിലീസായതാണ്. അതിൻ്റെയും താഴെയുള്ള കമൻറ്റുകൾ നോക്കണം. ഈ രണ്ടു പേർക്കും രേണുസുതി എന്ന് പറയുന്ന വ്യക്തിയെ കൊണ്ടാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ട് ബാക്കിയുള്ളവർ ചെയ്യുമ്പോൾ നെഗറ്റീവ് കമൻറ്റ് വരുന്നു? ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഒരു നെഗറ്റീവ് കമൻറ്റ് പോലും വരാത്തത് എന്താ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. ഒന്ന് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ട് എന്നെ രേഖപ്പെടുത്തണം. മാത്രമല്ല, ശിശിര ആൽബം കാണാത്തവരുണ്ടെങ്കിൽ ഞാനത് ഡൗൺലോഡ് ചെയ്ത് എൻ്റെ ഫേസ്ബുക്ക് ചാനലിൽ ഞാൻ ഒന്നും കൂടി ഇടുന്നതായിരിക്കും. യൂട്യൂബിൽ ചെയ്ത് കാണാൻ പറ്റാത്തവർക്ക് കാണാനായിട്ട് ഉടനെ വരുന്നതായിരിക്കും അത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ഈ പറഞ്ഞതിനകത്ത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്ന് നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ കമൻറ്റുകളായിട്ട് അറിയിക്കണം. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ടും വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് അത്യാവശ്യമാണ്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഫോളോവേഴ്സിനെയും എന്നെ സ്നേഹിക്കുന്നവരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനാണ് എൻ്റെ ഇഷ്ടം. എനിക്ക് നെഗറ്റീവ് വേണ്ട, എനിക്ക് നെഗറ്റീവ് കമൻറ്റ്സ് വേണ്ട. എന്നെ സ്നേഹിക്കുന്ന 10 പേരുണ്ടെങ്കിൽ എനിക്ക് അതും മതി. മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് വീഡിയോസൊക്കെ ഇടുന്നതിനകത്ത് ഭയങ്കര ഡൗണ്, കമൻറ്റിനും ലൈക്കിനും കമൻറ്റും ഒക്കെ വളരെ കുറവായപ്പം ഞാൻ സത്യസന്ധമായ രീതിയിൽ മനസ്സിൽ തട്ടിയാണ് ഞാനൊരു പോസ്റ്റ് ഇട്ടത്. ഇനി നിങ്ങളോട് ഞാൻ ഇവിടെ പറയുന്നത്, ഇനി നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഇല്ലെന്ന് പറഞ്ഞു. പക്ഷേ അത് 1 മില്യൺ ആണ് കഴിഞ്ഞത് എൻ്റെ വ്യൂ. എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഒറ്റ വീഡിയോയിൽ എനിക്ക് അത്രയും കിട്ടിയിട്ടില്ല റീച്ച്. 1 മില്യൺ കഴിഞ്ഞു അതിൻ്റെ വ്യൂ. അതും കഴിഞ്ഞ് അതിനകത്ത് ലൈക്കായാലും കമൻറ്റായാലും എനിക്ക് ഗംഭീരമായിട്ട് ഞാൻ കൂടെ ഉണ്ട് എന്നുള്ള ഇത്ര ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായ സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ഫോളോവേഴ്സിനെയും എൻ്റെ ചങ്കുകളെയും എൻ്റെ ഫ്രണ്ട്സിനെയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞാൻ അനുസരിച്ച് തന്നെ ഞാൻ മുന്നോട്ട് പോകുള്ളൂ. കാരണം നമുക്ക് വേണ്ടത് പ്രേക്ഷകരായി നിങ്ങളാണ്, അല്ലാതെ നമുക്ക് നെഗറ്റീവ് അല്ല വേണ്ടത്. എനിക്ക് നെഗറ്റീവ് വേണ്ട. എനിക്കൊരു നെഗറ്റീവ് കമൻറ്റ് വന്നു കഴിഞ്ഞാൽ എനിക്കൊരു ടെൻഷനാണ്. സത്യസന്ധമായിട്ട് ഞാൻ പറയുവാണ്, എനിക്ക് നെഗറ്റീവ് വേണ്ട. പോസിറ്റീവായിട്ട് ഇപ്പം ഞാൻ സജിന നീ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ ഒരു സജഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് തിരുത്താൻ ഞാൻ തയ്യാറാണ്. ഞാനത് ആത്മാർത്ഥമായിട്ട് തന്നെ പറയുവാണ്.
പിന്നെ അതിന് വേറൊരു വിറ്റ് നടന്നതെന്ന് വെച്ചാൽ ഞാൻ ഈ പോസ്റ്റ് ഇട്ടിട്ട് ഒരുപാട് ക്യാപ്ഷൻ കൊടുത്തിരുന്നല്ലോ. ഈ ക്യാപ്ഷൻ ഞാൻ ഇട്ട അന്ന് തന്നെയാണെന്ന് തോന്നുന്നു വേറെ താജുദ്ദീനൊക്കെ എടുത്ത് അതിനകത്തുള്ള 2-3 വാക്കുകൾ മാറ്റി എഡിറ്റ് ചെയ്തിട്ട് ഈ പോസ്റ്റ് അങ്ങനെ തന്നെ പ്രതിഷ്ഠിച്ചു. അതിനകത്ത് ടൈപ്പ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടേ നാണമില്ലെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതിൻ്റെ താഴെ പക്ഷേ എൻ്റെ ആ പോസ്റ്റ് കണ്ട ഒരുപാട് പേര് അതിൻ്റെ താഴെ ചെന്ന് കമന്റ് ഇട്ടിട്ടുണ്ട്, ഇത് കോപ്പി അടിച്ചതല്ലേ, ഇതിൽ ഒരുപാട് പേര് ഇടുന്ന കണ്ടല്ലേ, ഇത് ആരാണ് ഇതിൻ്റെ യഥാർത്ഥ അവകാശി എന്ന്. ഞാൻ കണ്ടതിനൊക്കെ ഞാൻ ഇത് കൊടുത്തിട്ടുണ്ട്, ഞാൻ തന്നെയാണ് അവകാശി, എൻ്റെതായിരുന്നു ആ പോസ്റ്റ്, ഞാനാണ് ആ പോസ്റ്റ് ഇട്ടത്. 1 മില്യൺ വ്യൂ കഴിഞ്ഞതിന്, മനസ്സിലായ? അപ്പം അങ്ങനെയും ആൾക്കാർ. പിന്നെ ഞാനും ഒരു ചില വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് ടൈപ്പ് ചെയ്ത് വരുന്നതൊക്കെ ഉണ്ടെങ്കിൽ ഞാനത് പേസ്റ്റ് ചെയ്ത് മാറ്റിയിട്ട് അതിനകത്തുനിന്ന് കുറേയൊക്കെ കട്ട് ചെയ്തൊക്കെ മാറ്റിയിട്ട് നമ്മുടേതായ കുറച്ചൊക്കെ ചേർത്തിടും കേട്ടോ. അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. എന്നാലും ഞാൻ പറഞ്ഞു പോയി, എൻ്റെ പേഴ്സണൽ എൻ്റെ സ്വന്തം ഹൃദയ നൊമ്പരമാണ് ഞാൻ അതിനകത്ത് ഇട്ടത്. അതെടുത്ത് വേറെ ആൾ വിറ്റത് കണ്ടപ്പോൾ എനിക്ക് ഒരു കൗതുകം തോന്നി പറഞ്ഞതേ ഉള്ളൂ. ഇതിൽ പരാതിയായിട്ട് പറഞ്ഞതല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു.